ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ സത്യാമ്മയെ കാണുവാനായി സ്റ്റേഷനിലേക്ക് എത്തിയ ശിവനെ പോലീസുകാർ തടഞ്ഞു നിർത്താനായി ശ്രമിക്കുന്നു. അപ്പോഴേക്കും അവരെയെല്ലാം തള്ളി മാറ്റിക്കൊണ്ട് അവരോട് എതിർത്ത് എനിക്ക് സത്യാമ്മയോട് സംസാരിക്കണമെന്നും ഞാൻ വന്നത് സത്യാമ്മയോട് സംസാരിക്കാനാണെന്നും ഞാൻ സത്യാമ്മയോട് സംസാരിച്ചിട്ട് ഇവിടുന്ന് പോകൂ എന്നെല്ലാം പറഞ്ഞ് ശിവൻ ശബ്ദമുയർത്തി. ഇതെല്ലാം കേട്ടതിന് ശേഷം വേഗം തന്നെ പോലീസുകാർ ശിവന് നേരെ പാഞ്ഞെടുത്തതും സത്യാമ്മ പറഞ്ഞു, വേണ്ട, ആരും ആരും ഒന്നും പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞു വിട്ടോളാം അവനെ എന്ന് പറഞ്ഞ് സത്യമ്മ ശിവനോട് ചോദിച്ചു, എന്തിനാ ശിവ നീ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുന്നത്? എന്നെ കാണണമെന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഇത്രയേറെ ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാ? ഞാനും നീയും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? ശരിക്കും നീ എന്റെ ആരാ? ഞാൻ നിനക്ക് പണം നൽകുന്നു എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്നതിന്. അതിനുള്ള കൂലി ഞാൻ നിനക്ക് തരുന്നുണ്ട്. അത്രയും ആത്മാർത്ഥത കാണിച്ചാൽ മതി. അതിലപ്പുറം ഒന്നും നീ കാണിക്കേണ്ടതില്ല. ഇങ്ങനെയെല്ലാം കിടന്ന് ബഹളം ഉണ്ടാക്കാൻ ഞാൻ നിന്റെ അമ്മയൊന്നുമില്ലല്ലോ, ആണോ എന്ന് ചോദിച്ച് സത്യാമ്മ ബഹളം വെച്ചു. ശിവൻ ആ ചോദ്യം കേട്ട് ആകെ ചങ്ക് തകർന്ന് നിൽക്കുമ്പോൾ ശിവൻ പറഞ്ഞു, സത്യാമ്മയും ഞാൻ സത്യാമ്മയെ കാണാൻ വന്നത് എന്ന് പറഞ്ഞു ശിവൻ വിഷമത്തോടെ സത്യഭാമയോട് സംസാരിക്കുമ്പോഴേക്കും ശിവമ്മനോട് സത്യാമ്മ പറഞ്ഞു, അതെ, നീ ഇപ്പൊ തൽക്കാലം പോകാൻ നോക്കൂ ശിവ. ഇവിടെ വന്ന് നീ ബഹളമൊന്നും ഉണ്ടാക്കണ്ട. എന്നെ പുറത്തിറക്കാനായിട്ട് എൻ്റെ മകന്റെ ഭാര്യയുണ്ട്. അവൾ എനിക്ക് വേണ്ടി വന്നോളും. അതുകൊണ്ട് അവൾ വേണ്ട കാര്യങ്ങൾ ചെയ്തോളും. ഇപ്പം നീ വേഗം പോകാൻ നോക്ക് എന്ന് പറഞ്ഞ് ശിവനോട് അവിടെ നിന്ന് പോകാൻ സത്യമ്മ അറിയിച്ചു. അപ്പോഴേക്കും സോമശേഖരൻ മുന്നിലേക്ക് എത്തി. നാണമില്ലല്ലോടാ, നീ ഇവിടെ വന്ന് ഇത്ര വലിയ ഷോയൊക്കെ കാണിച്ചിട്ട് വെറുതെ ആയി പോയില്ലേ? സത്യത്തിൽ പോലീസുകാരുടെ സമയം കളയാനായിട്ട് നിന്നെ പോലെയുള്ളവന്മാരൊക്കെ വെറുതെ ഇങ്ങനെ വലിഞ്ഞു കയറി വന്നോളും. അല്ല, നീ ഇപ്പൊ ഈ കാണിച്ച ഈ ഷോ വീട്ടിൽ ചെന്ന് നിനക്ക് വേണ്ടപ്പെട്ടവരുടെ മുന്നിൽ കാണിച്ചിരുന്നെങ്കിൽ അവര് അതിന്റെ കുറച്ചെങ്കിലും വിശ്വസിച്ചേനെ. എന്തായാലും ഇനി ഇവിടെ കിടന്ന് ഷോ ഇറക്കാതെ വേഗം പോകാൻ നോക്ക്. ഇല്ലെങ്കിൽ പോലീസിന്റെ കൈയുടെ ചൂട് നീ ഒരിക്കൽ കൂടി അറിയും എന്ന് പറഞ്ഞപ്പോഴേക്കും ശിവൻ കലിയോടെ സോമശേഖരനെ നോക്കിയിട്ട് പറഞ്ഞു, സത്യാമ്മയ്ക്ക് ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടായി എന്ന് ഞാൻ അറിഞ്ഞാൽ ഞാൻ ഒരു വരവ് കൂടി ഇവിടേക്ക് വരും. അപ്പോ എങ്ങനെയായിരിക്കും എന്റെ പ്രതികരണമെന്ന് തന്നോട് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞ് ശിവൻ വേഗം സത്യാമ്മയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, സത്യാമ്മേ, എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. സത്യാമ്മയെ വന്ന് കാണണമെന്നും സത്യാമ്മയോട് സംസാരിക്കണമെന്നും എന്റെ മനസ്സ് പറഞ്ഞു. ഇപ്പോ സത്യാമ്മയെ കണ്ടല്ലോ, അത് മതി. സത്യത്തിൽ മക്കളോട് അമ്മമാര് ദേഷ്യപ്പെടാറുണ്ടല്ലോ, വഴക്ക് പറയാറുണ്ടല്ലോ, അവരെ ചിലപ്പോ തല്ലാറുമുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് ഇതെന്നും ഞാൻ അങ്ങ് കരുതിക്കോളാം എന്ന് പറഞ്ഞ് ശിവൻ സോമശേഖരന് ഒരു മുന്നറിയിപ്പ് ഒരിക്കൽ കൂടി തന്നു. അതെ, ഇനി സത്യാമ്മയ്ക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് ഞാൻ അറിഞ്ഞാൽ താൻ ഓർത്തു വെച്ചോ എന്ന് പറഞ്ഞ് ശിവൻ കലിയോടെ അവിടെ നിന്ന് ഇറങ്ങി. ശിവൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി പോകുമ്പോഴേക്കും സോമശേഖരനും മറ്റു പോലീസുകാരും അവിടെ നിന്ന് പുറത്തേക്കും പോയി. ഇത് കണ്ടതും സത്യാമ്മ ടെൻഷനോടെ ആലോചിച്ചു, എന്തൊരു കഷ്ടമായ എന്റെ ദൈവമേ, ഞാൻ എന്തൊക്കെയാ പറഞ്ഞത്. പാവം, എന്നെ കാണാനായിട്ട് ഓടി വന്നതല്ലേ എന്നെല്ലാം സത്യാമ്മ സങ്കടത്തോടു കൂടി ചിന്തിക്കുമ്പോഴാണ് അവിടെ ശാരികയെ കാണുവാനായി കുഞ്ഞിനെയും കൂട്ടി ശാലിനി ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടറുടെ കയ്യിൽ നിന്നുള്ള പ്രിസ്ക്രിപ്ഷൻ വാങ്ങിച്ച് മരുന്ന് മേടിക്കാനായിട്ട് അതുമായി ഗോപാലകൃഷ്ണൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ശാലിനി കുഞ്ഞിനെയും കൊണ്ട് അവിടേക്ക് എത്തിയത്. ഗോപാലകൃഷ്ണനാകെ ആശങ്കയോടെ, ഇതൊക്കെ എന്തിനാണെന്ന് അറിയില്ലല്ലോ, എപ്പോഴും എപ്പോഴും അവരിങ്ങനെ കുറിച്ച് തരുന്നുണ്ട്, അതെല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നുമുണ്ട്, എന്നിട്ട് യാതൊരു മാറ്റവും ഇല്ലല്ലോ എൻ്റെ ഈശ്വര എന്നൊക്കെ ദൈവത്തോട് പരാതി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഗോപാലകൃഷ്ണന്റെ മുന്നിലേക്കാണ് ശാലിനി എത്തിയത്. എന്താച്ചാ, എന്തു പറ്റി എന്ന് ശാലിനി വന്ന് അന്വേഷിച്ചപ്പോഴേക്കും ഗോപാലകൃഷ്ണൻ പറഞ്ഞു, എൻ്റെ മോളെ, എന്താ പറയുക, ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങളാ ഉള്ളതെന്ന് എനിക്ക് തന്നെ മനസ്സിലാക്കാനും പറ്റുന്നില്ല. അതുപോലെയാണ് ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് ഒതുക്കി തീർത്ത് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അതിനും സാധിക്കുന്നില്ല. ഇപ്പൊ തന്നെ ശാരികയുടെ കാര്യം തന്നെ കണ്ടില്ലേ, കുഞ്ഞിനെ പോലും ഇപ്പൊ വീട്ടിൽ നിർത്താൻ പറ്റാത്ത അവസ്ഥയായില്ലേ. ശ്യാമയുടെ പെരുമാറ്റവും ശ്യാമയുടെ ഇപ്പോഴത്തെ ഓരോ വാക്കുകളും അത് എല്ലാവരെയും വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ഈ പിഞ്ചു കുഞ്ഞിനെ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഹോട്ടലിലെ കാര്യവും കുഞ്ഞിന്റെ കാര്യവും കൂടി ഒരുമിച്ച് എനിക്ക് നോക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് കുഞ്ഞിനെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. കുഞ്ഞിനെ കാണാതെ ശാരിക്കും വല്ലാത്ത വിഷമമുണ്ടെന്നൊക്കെ ഗോപാലകൃഷ്ണൻ പറയുമ്പോഴേക്കും ശാലിനി ഗോപാലകൃഷ്ണനെ സമാധാനിപ്പിച്ചു. സാരമില്ല കുഞ്ഞിന്റെ കാര്യം ഓർത്ത് ഇനി അച്ഛൻ വിഷമിക്കണ്ട. കുഞ്ഞിനെ ഞാൻ കൊണ്ടുപോകല്ലേ, കുഞ്ഞിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവർ സംസാരിച്ചിരിക്കുമ്പോഴേക്കും അവിടേക്ക് ഡോക്ടർ പ്രിയ എത്തി. മേഡം എത്തിയോ? ഞാനേ ഇപ്പോ ശാരികയെ നോക്കിയിട്ട് വന്നതേ ഉള്ളൂ. സത്യത്തിൽ ശാരികയുടെ ഇപ്പോഴത്തെ അവസ്ഥ അത്ര പെട്ടെന്നൊന്നും കുഞ്ഞിനെ പരിചരിക്കാനോ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും ശാരിക കഴിഞ്ഞെന്ന് വരില്ല. പിന്നെ കുറച്ചു നാൾ കൂടി ഈ ബെഡ് റെസ്റ്റ് തുടരേണ്ടി വരികയും ചെയ്യും.
എന്തായാലും ഇങ്ങനെ വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതല്ലേ. പിന്നെ ഇപ്പൊ നടന്ന ഈ സംഭവം അത് ശാരികയുടെ മനസ്സിനെ വളരെ ഷോക്കാക്കിയിട്ടുണ്ട്. കുറച്ചു മുമ്പ് ശാരികയ്ക്കുണ്ടായ പ്രശ്നം അത് പ്രഷർ വേരി ചെയ്തുകൊണ്ടാണ്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ആകെ ടെൻഷനും മനസ്സിന് വല്ലാതെ ഉണ്ടായാൽ വരുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പറയേണ്ടതില്ലല്ലോ. പിന്നെ കുടുംബശ്രീയിലെ കാര്യം ഞാനിപ്പോ ഓർത്തതേ ഉള്ളൂ. ശാരദാമ്മയുടെ ഭക്ഷണത്തെക്കുറിച്ച് ഞങ്ങൾക്ക് മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ മെഡിക്കൽ സ്റ്റുഡന്റ് ആയിരുന്നപ്പോൾ ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും ചേർന്ന് പലപ്പോഴായി കുടുംബശ്രീയിൽ വന്നിട്ടുണ്ട്. അന്ന് ശാരദാമ്മയുടെ ഭക്ഷണം അത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതായിരുന്നു എന്ന് പറഞ്ഞപ്പോ ഗോപാലകൃഷ്ണൻ പറഞ്ഞു, അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നവളാണ് ശാരികയും. ആ ശാരികയാണ് ഇപ്പോ ഈ അവസ്ഥയിൽ കിടക്കുന്ന ഡോക്ടർ എന്ന് പറഞ്ഞു. സാരയില്ല, എല്ലാ പ്രശ്നങ്ങളും മാറും. എന്തായാലും കുറച്ചു നാളുകൂടി ശാരികയ്ക്ക് ഈ നില തുടരേണ്ടി വരും എന്ന് ഡോക്ടർ അറിയിച്ചിട്ട് എനിക്ക് റൗണ്ട്സിന് പോകണമെന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് ശാലിനി കുഞ്ഞുമായി നേരെ ശാരികയ്ക്ക് അരികിലേക്ക് എത്തി. കുഞ്ഞിനെ കണ്ടതും ശാരിക ആകെ വേദനയോടെ നോക്കിയിരിക്കുകയാണ്. ശാരികയോട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ സങ്കടപ്പെടല്ലേ, കുഞ്ഞിന്റെ കാര്യം ഓർത്ത് ശശി വേദനിക്കൊന്നും വേണ്ട. കുഞ്ഞിനെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഇനിയിപ്പോ അവിടെ കുട്ടികളുടെ കൂടെ കുഞ്ഞു വളർന്നോളും. അവർക്ക് രണ്ടുപേർക്കും വളരെ പ്രിയപ്പെട്ടവൾ അവൾ. കുട്ടികൾ എപ്പോഴും കുഞ്ഞിനെ കളിപ്പിച്ച് കൂടെ തന്നെ ഉണ്ടാവും എന്ന് ശാലിനി അറിയിച്ചു. എല്ലാം കേട്ടതും ശാരിക പറഞ്ഞു, സത്യത്തിൽ എൻ്റെ ഒരു ജീവിതം കണ്ടില്ലേ, ഇനി എത്ര നാള് ഞാൻ ഈ കിടപ്പ് കിടക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല എന്ന് വേദനയോടെ ശാരിക പറയുമ്പോൾ ശാലിനി പറഞ്ഞു, ഒരാഴ്ച കൂടി, അത്രേ ഉള്ളൂ ശാരികേച്ചിക്ക് വരാൻ പോകുന്ന പ്രശ്നം, അതിൽ കൂടുതൽ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ ശാരിക പറഞ്ഞു, അതൊക്കെ ഡോക്ടർ വെറുതെ പറയുന്നതാ, എനിക്കറിയാം, ഒരാഴ്ചയൊന്നും പോരാ, ഞാനിവിടെ അതിനേക്കാൾ കൂടുതൽ ദിവസങ്ങൾ കിടക്കേണ്ടി വരും എന്നൊക്കെ ശാരിക സങ്കടത്തോടെ ശാലിനിയോട് പറയുമ്പോൾ ശാലിനി പറഞ്ഞു, ശാരികേച്ചി ഇങ്ങനെ ആവശ്യമില്ലാത്ത ഒന്നും മനസ്സിൽ ചിന്തിച്ച് നടക്കണ്ട. പിന്നെ ശാരികേച്ചി ഒന്ന് മാത്രം ആലോചിച്ചാൽ മതി, കുഞ്ഞിന്റെ ഭാവി. കുഞ്ഞിന്റെ കാര്യോർത്ത് വേദനിച്ചു കൊണ്ടിരുന്ന ശാരികയെ ശാലിനി സമാധാനപ്പെടുത്തി. ചേച്ചി മറ്റൊന്നും ആലോചിച്ച് വേദനിക്കണ്ടായെന്നും ഈ കുഞ്ഞിനെ കുറിച്ച് ഓർത്ത് ചേച്ചി ഇങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ശാരിക പറഞ്ഞത്, അതെ, ഇനി പപ്പിമോളുടെയും സത്യമോളുടെയും ഒപ്പം ഇവളും വളരട്ടെ. നമ്മുടെ അമ്മ നമ്മൾ 3 പെൺമക്കളെ വളർത്തിയതുപോലെ നീയും ഇവളെയും കൂട്ടി ഇവളെ വളർത്താനുള്ള ആ യോഗം കൂടി നിനക്കിരിക്കട്ടെ. നീ തന്നെ ഈ 3 മക്കളെയും വളർത്തണം എന്ന് ശാരിക അറിയിച്ചപ്പോ ശാലിനി പറഞ്ഞു, ഇല്ല, ഇവള് ശാരികേച്ചിയുടെ തണലിൽ തന്നെ വളരും. ശാരികേച്ചിയുടെ ചൂട് പറ്റി തന്നെ ഇവള് വളരും. അതാണ് നല്ലത്. അല്ലാതെ ഇവളുടെ സ്നേഹവും ഇവളുടെ വളർച്ചയും മറ്റാരും ഒരിക്കലും തട്ടിയെടുത്തുകൊണ്ട് പോവില്ല. ശാരികേച്ചിയോടൊപ്പം തന്നെ ശാരികേച്ചിയുടെ കൂടെ ശാരികേച്ചിക്ക് കൂട്ടായി എന്നും ജീവിതത്തില് ശാരികേച്ചിക്ക് തുണയായി ഇവൾ കൂടെ കാണുമെന്ന് ശാരികയെ സമാധാനപ്പെടുത്തി. അതിനുശേഷം കുഞ്ഞിനെ കണ്ട് ശാരിക വേദനയോടെ ആ കുഞ്ഞിന്റെ അവസ്ഥയെക്കുറിച്ചോർത്ത് സങ്കടപ്പെട്ടങ്ങനെ ഇരിക്കുമ്പോൾ ശാലിനി കുഞ്ഞിനെ തിരിച്ച് വീട്ടിലെത്തിച്ചു. അത് കഴിഞ്ഞ് സന്ധ്യയായപ്പോഴേക്കും കുഞ്ഞ് കിടന്ന് കരയുന്ന ശബ്ദം കേട്ട് രാഘവൻ നായർ പറഞ്ഞു, പൊന്നി, ഇതെന്തിനാ കുഞ്ഞിങ്ങനെ കിടന്ന് കരയുന്നത്? അപ്പോഴേക്കും ഞാൻ ഭക്ഷണം വിളമ്പി വെക്കട്ടെ എന്ന് രാഘവൻ നായരോട് ചോദിച്ചപ്പോഴേക്കും, വേണ്ട, ആദ്യം ആ കൊച്ചിന്റെ കരച്ചിൽ നടത്താം, ആ കൊച്ചിന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നതെന്നായിരുന്നു രാഘവൻ നായരുടെ ചോദ്യം. ഞാനേ കുഞ്ഞിന് കുടിക്കാനായിട്ട് പാലെടുത്തോണ്ട് പോകാമെന്ന് പൊന്നി പറഞ്ഞ് ആ കിച്ചണിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അത് കേട്ടുവെന്ന് പിള്ള പറഞ്ഞു, അതെ, കുഞ്ഞിന് പാല് കൊണ്ടേ കൊടുത്തിട്ടൊന്നും കാര്യമില്ല, അതെ, നമ്മളെ എല്ലാവരെയും വേദനിപ്പിക്കാൻ, നമ്മളെ എല്ലാവരെയും തീ തിരിക്കാൻ വേണ്ടിയുള്ള കാർച്ചയത്, അല്ലെങ്കിൽ നോക്കിക്കോ എന്ന് പിള്ള അറിയിച്ചു. പൊന്നി പാലെടുക്കാനായി പോയ സമയത്ത് പിള്ള ചേട്ടൻ രാഘവൻ നായരോട് പറഞ്ഞു, കണ്ടില്ലേ ഇപ്പോഴത്തെ എല്ലാവരുടെയും അവസ്ഥ, എന്തായാലും ആ കൊച്ചിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതിൽ യാതൊരു സംശയമില്ല, ജാതകദോഷം അതിനെന്തോ കാര്യമായിട്ടുണ്ട്, ഇനി ഇവിടെയുള്ളവർക്കെല്ലാം അനുഭവിക്കാം, കണ്ടില്ലേ ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് ഗോപാലകൃഷ്ണന്റെ പാട്ടിന് പോയി, ഇനി അനുഭവിക്കേണ്ടത് നമ്മൾ മാത്രമാ എന്ന് പറഞ്ഞ് രാഘവൻ നായരോട് പിള്ളച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞ് വീണ്ടും കിടന്ന് കരയുന്നത് കേട്ട് പൊന്നി പാലുമായിട്ട് അവിടെ വന്ന് നിൽക്കുന്ന കണ്ടപ്പോഴേക്കും രാഘവൻ നായർ ചോദിച്ചു, അതെ, എന്താ പൊന്നി കയ്യിൽ എന്ന് ചോദിച്ചപ്പോഴേക്കും കുഞ്ഞിനുള്ള പാലാ സാറേ, എന്നാ വേഗം കൊണ്ടേ കൊടുക്ക്, അതിന്റെ കരച്ചിൽ തീരട്ടെ എന്ന്
രാഘവൻ നായർ പറഞ്ഞത് കേട്ട് പൊന്നി കുഞ്ഞിന്റെ അരികിലേക്ക് ആ കുപ്പി പാലുമായിട്ട് പോകുന്നു. ബെഡിൽ കിടന്ന് കരയുന്ന കുഞ്ഞിന്റെ അടുത്തെത്തി പാൽക്കുപ്പി അവിടെ വെച്ച് കുഞ്ഞിനെ കയ്യിലെടുത്ത് കൊഞ്ചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സത്യയും പപ്പിയും കൂടി ഇവിടേക്ക് ഓടി വന്നത്. കുഞ്ഞാവ കരയുന്നത് കേട്ട് ഞങ്ങൾ കുറച്ചു മുമ്പ് വന്നായിരുന്നു, പക്ഷെ കുഞ്ഞാവ കരച്ചിൽ നിർത്തിയില്ല. കുഞ്ഞാനെ ഇവിടെ ഇരുത്ത് പൊന്നിയാൻറ്റി എന്ന് പറഞ്ഞ് രണ്ടുപേരും കുഞ്ഞാവനെ കളിപ്പിക്കുകയായിരുന്നു. ദേ ഇത് കണ്ടോ, എന്നെ നോക്കി ചിരിച്ചു എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും അയ്യോ നമ്മളെങ്ങനെയാ ഭാവിക്ക് പേര് വിളിക്കുക, ഇത് ഇതാണ് പപ്പി ചേച്ചി, ഞാൻ സത്യ ചേച്ചി. അയ്യോ ഭാവിക്കൊരു പേര് കണ്ടുപിടിച്ചില്ലല്ലോ നമ്മള് എന്ന് പറഞ്ഞതും പപ്പി പറഞ്ഞു, അതിന് സത്യ ഭാവിക്ക് നമ്മള് പേരിട്ടില്ലല്ലോ. ആ ശരിയാണല്ലോ, നമുക്ക് നല്ലൊരു പേര് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കുഞ്ഞിന് ഇടുന്ന പേരെന്താണെന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു. അപ്പോഴാണ് ശാലിനി ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തിയത്. ശാലിനി അവിടേക്ക് ഇറങ്ങിയത് പിള്ളേച്ചൻ പറഞ്ഞു, ശാലിനി കുഞ്ഞ് വരുന്നുണ്ട്. ഉടനെ കുഞ്ഞ് കരയുന്നത് കേട്ട് ശാലിനി ചോദിച്ചു, എന്തു പറ്റി, കുഞ്ഞ് വല്ലാതെ കരയുന്നുണ്ടല്ലോ. ആ വിധി, അല്ലാതെ എന്ത് പറയാൻ എന്ന് പറഞ്ഞ് രാഘവൻ നായർ അങ്ങനെ പറഞ്ഞത് ശാലിനി ആകെ വിഷമത്തോടെ വേഗം മുറിയിലേക്ക് കയറി ചെന്നു. അപ്പോഴേക്കും പൊന്നി കുഞ്ഞിന് പാലെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ രാഘവൻ നായർ പറഞ്ഞു, എന്തായാലും കുഞ്ഞ് ഇവിടെ കിടന്ന് കരയുന്നത് നമുക്കാർക്കും കേട്ടിരിക്കാൻ പറ്റുന്ന കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റി പാലെടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചേച്ചിമാർ രണ്ടുപേരും അടുത്തിരുന്ന് കുഞ്ഞിനെ കൊഞ്ചിക്കുന്ന കാഴ്ചയാണ് ശാലിനി കണ്ടത്. ശാലിനി വന്നതും കുഞ്ഞിനെ കയ്യിലെടുത്തപ്പോൾ കുഞ്ഞിന്റെ കരച്ചിലെല്ലാം മാറി. രണ്ടുപേരും ശാലിനിയോട് പറഞ്ഞു, അമ്മേ ഞങ്ങളെ വാവേനെ കളിപ്പിക്കുകയായിരുന്നോ എന്ന് പറഞ്ഞപ്പോൾ ശാലിനി ചോദിച്ചു, അത് ശരി, രണ്ട് ചേച്ചിമാരും കൂടെ കൂടിയാണോ വാവയെ കളിപ്പിച്ചത്? അപ്പോഴേക്കും കരച്ചിൽ നിന്നത് കേട്ട് രാഘവൻ നായർ പിള്ളയോട് പറഞ്ഞു, എടോ ദാ കരച്ചിൽ നിന്നല്ലോ എന്ന് ചോദിച്ചതും പിന്നെ വിശപ്പ് തീർന്നപ്പോഴേക്കും കരച്ചിൽ തീർന്നോ കണ്ടോ എന്ന് പറഞ്ഞപ്പോ പിന്നെ വിശപ്പ് എന്ന് പറഞ്ഞ് മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു പിള്ളേച്ചൻ. അപ്പോഴേക്കും കുട്ടികൾ രണ്ടുപേരും കുഞ്ഞിനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോ കുട്ടികളോട് ശാലിനി പറഞ്ഞു, അതെ മക്കള് രണ്ടുപേരും ചേച്ചിമാര് മക്കളെ പേടിപ്പിച്ചോ, സങ്കടപ്പെടുത്തിയോ എന്നൊക്കെ ചോദിച്ചപ്പോ പൊന്നു പറഞ്ഞു, ശാലിനി കുഞ്ഞ് വല്ലാതെ കിടന്ന് കരയുകയായിരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. പിന്നെ സ്വന്തം അമ്മയല്ലല്ലോ അടുത്തുള്ളത്, പെറ്റമ്മയല്ലല്ലോ കൂടെ എന്ന് എല്ലാവർക്കും. പിള്ളച്ചേട്ടനാണെങ്കിൽ കുഞ്ഞിനെന്തോ വല്ലാത്ത വിരോധമുള്ള പോലെയാ പെരുമാറ്റവും സംസാരവും ഒക്കെ. കുഞ്ഞിനെ കുറിച്ച് പിള്ളച്ചേട്ടൻ പലപ്പോഴും പറയുന്നത് കേൾക്കുമ്പോൾ എന്തോ പിള്ളച്ചേട്ടന് കുഞ്ഞിവിടെ നിൽക്കുന്ന ഒട്ടും ഇഷ്ടമല്ലാത്ത പോലെ തോന്നുന്നു. സ്ത്രീയില്ലാത്ത കുഞ്ഞിനെ കുറിച്ച് ജാതക ദോഷമാ മറ്റുവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുമ്പോൾ കേട്ടു നിന്ന് നിൽക്കുന്നവരുടെ മനസ്സിലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവില്ലേ എന്ന് പൊന്നി പറഞ്ഞു. ഇത് ഞാൻ പറഞ്ഞായിട്ട് ഒരിക്കലും ശാലിനി കുഞ്ഞ് പറയല്ലേ എന്ന് പറഞ്ഞു. ശാലിനി വേഗം തന്നെ താഴേക്ക് ഇറങ്ങി പോരുമ്പോഴേക്കും രഘുനാഥ് പറഞ്ഞു, എന്തായാലും കരച്ചിലൊക്കെ തീർന്നു, അത്ര തന്നെ ഒരു ആശ്വാസം. അപ്പോഴേക്കാണ് ശാലിനി താഴേക്ക് ഇറങ്ങി വരുന്നത് കണ്ട്. അത് ആ പൊന്നിയെ കണ്ടില്ല, പക്ഷേ ശാലിനി വരുന്നുണ്ടല്ലോ, ശാലിനി കുഞ്ഞ് വരുന്നു എന്ന് ഉടനെ പിള്ളേച്ചൻ രാഘവൻ നായരോട് പറഞ്ഞത് ശാലിനി വേഗം താഴേക്ക് ഇറങ്ങി വന്നു. ശാലിനിയെ കണ്ടതോടെ പിള്ളേച്ചൻ കാര്യം എന്താണെന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ശാലിനി അരികിലേക്ക് എത്തി പിള്ളയോട് ചോദിച്ചു, പിള്ളച്ചേട്ടന് എൻ്റെ കുഞ്ഞിവിടെ നിൽക്കുന്നത്, ശാരികേച്ചിയുടെ കുഞ്ഞിവിടെ നിൽക്കുന്നതിൽ പിള്ളച്ചേട്ടന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ കുഞ്ഞെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല കുഞ്ഞിന് ജാതക പ്രശ്നമാണെന്നും കുഞ്ഞു കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നൊക്കെയുള്ള ഒരു സംസാരം പലരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും ആ കുഞ്ഞിനെ എനിക്ക് തള്ളിക്കളയാൻ കഴിയില്ല, കാരണം അത് എൻ്റെ ചോരയാ. അപ്പോ ശാരികേച്ചിക്ക് രോഗം ഭേദമാകുന്നത് വരെ, ശാരികേച്ചിക്ക് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുന്നത് വരെ ആ കുഞ്ഞിനെ എനിക്ക് തള്ളിക്കളയാനാവില്ല. കുഞ്ഞുങ്ങൾ മാലാഖമാരെന്നും ദൈവത്തിന്റെ പ്രതിരൂപമാണെന്നും ഒക്കെയല്ലേ നമ്മുടെ വിശ്വാസം. അങ്ങനെയുള്ള ഇത്തിരി ഇല്ലാത്ത ആ കുഞ്ഞിനെ കുറിച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല. അത് മറ്റുള്ളവരുടെ മനസ്സിലേക്കും അത്തരം ചിന്തകൾ ഉണ്ടാക്കിയെടുക്കുന്നതും ശരിയായ കാര്യമല്ല. ഇനിയും കുഞ്ഞിവിടെ നിൽക്കുന്നതിൽ ആർക്കെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുഞ്ഞിനെ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയിക്കൊള്ളാം, കൂട്ടത്തിൽ ഞാനും ഇവിടുന്ന് പോകും. അത് കേട്ടതും രാഘവൻ നായർ പറഞ്ഞു, അയ്യോ മോളെ അങ്ങനെ എന്ന് പറഞ്ഞ് ശാലിനിയെ തടയാൻ ശ്രമിക്കുമ്പോഴേക്കും ശാലിനി പറഞ്ഞു, പിള്ളച്ചേട്ടനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. പിള്ളച്ചേട്ടൻ ഇവിടെ വരുന്നതും അച്ഛനെ സഹായിക്കുന്നതും ഇവിടുത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നതിലും എനിക്ക് യാതൊരു വിരോധവും ഇല്ല. പക്ഷെ ഒറ്റ ഒരു കാര്യം മാത്രം,
കുഞ്ഞിനെ കുറിച്ച് ദയവ് ചെയ്ത് ഇനി എന്തെങ്കിലും മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്. ഇതെന്റെ ഒരു അപേക്ഷയാ എന്ന് ശാലിനി കൈകൂപ്പി പിള്ളച്ചേട്ടനോട് ആവശ്യപ്പെട്ടിട്ട് ശാലിനി അവിടെ നിന്ന് കയറി പോകുമ്പോഴേക്കും രാഘവൻ നായർ പുള്ളിയോട് പറഞ്ഞ് അല്ലെങ്കിലും ഇത്തിരി പോന്ന കുഞ്ഞിനെ കുറിച്ച് എന്തൊക്കെയാടോ താൻ പറഞ്ഞത്, അത് തനിക്ക് വേണമായിരുന്നു എന്ന് പറഞ്ഞ് രാഘവൻ നായർ പിള്ളയോട് ദേഷ്യത്തോട് പറയുമ്പോൾ പിള്ള ഒന്നും മിണ്ടാതെ ആകെ വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങി. പിള്ളയുടെ ആ പോക്ക് കണ്ട് രാഘവൻ നായർക്ക് ആകെ സങ്കടമായി. എടോ പിള്ളേ, എടോ തന്നെ വിളിച്ചിട്ട് എന്താടോ താൻ കേൾക്കാത്തത്, ഇയാൾ ഇതോടെ പോകുന്നു എന്നിങ്ങനെ രാഘവൻ നായരെ പിള്ളാച്ചനെ നോക്കി ദേഷ്യത്തോടെ പറയുമ്പോൾ പിള്ളാച്ചൻ താൻ പറഞ്ഞതിന്റെ പേരിൽ ശാലിനിക്കുഞ്ഞ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വേദനയോടെ താഴേക്ക് വീടിന്റെ പടിയിറങ്ങി പിള്ളച്ചേട്ടൻ കണ്ണീര് തുടച്ചുകൊണ്ട് അവിടുന്ന് നടന്നു നീങ്ങി. അതിനുശേഷം പൊന്നിയുടെ കയ്യിലിരുന്ന കുഞ്ഞിനെ ശാലിനി ചെന്ന് ഏറ്റുവാങ്ങി. ശാലിനി കുഞ്ഞിനെ കയ്യിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൊന്നിയോട് ശാലിനി പറഞ്ഞു, പൊന്നി കുഞ്ഞിനെ അത് കേട്ട് കരയിക്കല്ലേ, അമ്മ പോലും അടുത്തില്ലാത്തതാ എന്ന് പറഞ്ഞു. ശരി കുഞ്ഞ് എന്ന് പറഞ്ഞ് പൊന്നി തലകുലുക്കി. വീട്ടിൽ മടങ്ങിയെത്തിയ ശിവന്റെ മനസ്സിലാകെ സത്യമ്മ ലോക്കപ്പിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അതെല്ലാം ആലോചിച്ചുകൊണ്ട് ആകെ വിഷമിച്ച് ആ ഉമ്മർത്ത് കൂടി നടക്കുന്ന ശിവന്റെ അരികിലേക്ക് ചന്ദ്ര എത്തി. എന്തു പറ്റിയേട്ടാ, എന്താ സങ്കടം എന്ന് ചോദിച്ചപ്പോഴേക്കും ഒന്നുമില്ലടി എന്ന് പറഞ്ഞ് ചന്ദ്രയുടെ അരികിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുമ്പോഴേക്കും ചന്ദ്ര അരികിലേക്ക് എന്ന് വീണ്ടും ശിവനെ ചോദ്യം ചെയ്തു. അല്ല, നമ്മുടെ അമ്മ നമ്മളെ വഴക്ക് പറയാറില്ലേ, നമ്മളെ ശകാരിക്കാറില്ലേ, കുരുത്തക്കേട് കാണിക്കുമ്പോൾ തല്ലാറില്ലേ, അപ്പോ അതൊക്കെ അമ്മമാർക്ക് സ്നേഹമുള്ളത് കൊണ്ടല്ലേ എന്നൊക്കെ ശിവൻ ചന്ദ്രയോട് പറയുമ്പോ ചേട്ടൻ എന്തേ പറയുന്നത്, നമ്മുടെ അമ്മയെ കണ്ടോ, അമ്മ എവിടെ വെച്ചാ കണ്ടത്, എപ്പോഴാ കണ്ടത് എന്നൊക്കെ ചന്ദ്ര ചോദിച്ചതും ഉടനെ ശിവൻ പറഞ്ഞു, എന്റെ പൊന്നോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, നീ ആ അടുക്കള ചെന്ന് എന്തെങ്കിലും ജോലി ഉണ്ട് ചെയ്തു തീർക്കാൻ നോക്ക് പോ എന്ന് പറഞ്ഞ് ചന്ദ്രയെ പറഞ്ഞയച്ചു. എന്നിട്ട് ശിവൻ വീണ്ടും സത്യാമ്മയെ കുറിച്ച് ചിന്തിച്ചു. പാവം സത്യാമ്മ എന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയതും ദേഷ്യപ്പെട്ടതും ഒക്കെ അത് മനഃപൂർവ്വം അല്ലല്ലോ. ഏതൊരമ്മയും മക്കളോട് ചിലപ്പോ അങ്ങനെയൊക്കെ പെരുമാറിയെന്നിരിക്കും, ഞാനും അങ്ങനെ കണ്ടിട്ടുള്ളൂ, ആ രീതിയിലേ ഞാനത് കണക്കിലെടുക്കുന്നുള്ളൂ എന്ന് ശിവൻ മനസ്സിൽ അങ്ങനെ സത്യാമ്മ ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ആലോചിച്ച് സങ്കടത്തോടെ ഇരിക്കുമ്പോൾ സത്യാമ്മ ലോക്കപ്പിൽ ശിവനെ കുറിച്ച് ചിന്തിച്ച് സങ്കടത്തോടെ താൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്ന കുറ്റബോധത്തിൽ സങ്കടപ്പെട്ട് സത്യാമ്മയും ഇരുന്നു.